ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഈ ദിനത്തിൽ ആരംഭിക്കുമ്പോൾ അത്ര സന്തോഷത്തോടു കൂടിയല്ല. കാരണം നമ്മൾ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് രാവിലെ എത്തിയത്. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. 63ാമത്തെ സംഗീത വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം അല്പം മുമ്പാണ്, കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് നടന്നത്. നിരവധി ഭക്തിഗാനങ്ങൾക്കും ചലച്ചിത്ര ഗാനങ്ങൾക്കും ഈണം നൽകിയിട്ടുണ്ട്. ശ്രീകോവിൽ നട തുറന്നു, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി തുടങ്ങി നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി നമ്മളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം അത് ഇന്ന് രാവിലെ സംഭവിച്ചു. മനോജ് K ജയൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യമെന്ന് മനസ്സിലാക്കുന്നു. ആജ്ഞ, എന്തായിരുന്നു? എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ അതോ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളെ തുടർന്നുള്ള മരണമായിരുന്നു? എന്തോ വാർദ്ധക്യങ്ങളെ തുടർന്നാണ് അന്തരിച്ചെടുക്കുന്നത്. എന്തോ സൂചിപ്പിച്ചതുപോലെ വീട്ടിലായിരുന്നു. സജീവ് സി വാര്യർ കൂടി ചേരുന്നുണ്ട്. വിശദാംശങ്ങളായി സജീവ്, ഈ സംഗീത ലോകത്ത് ജയവിജയൻ ആ സഹോദരങ്ങളുടെ പേര് അത് സംഗീത ആസ്വാദകർക്ക് മറക്കാൻ കഴിയില്ല എന്നറിയാം. പ്രത്യേകിച്ചും ഈ വേദികളിൽ അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഭക്തിഗാനങ്ങളാണ് അതിലേറ്റവും പ്രിയപ്പെട്ടതായിരുന്നത് ഇരുവർക്കും. അപ്പോൾ അങ്ങനെ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള സന്നിധാനത്ത് നട തുറക്കുമ്പോൾ ഇപ്പോഴും കേൾക്കുന്ന ആ പാട്ട് ഈണം നൽകി സംഗീത ലോകം എത്രമാത്രം വലിയൊരു നഷ്ടമാണ് ഈ KG ജയന്റെ വിയോഗം? എൽദോ, സത്യത്തിൽ KG ജയൻ ജയവിജയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുകയും വളരെ ചെറിയ കാലത്ത് മരിച്ചുപോയ സഹോദരന്റെ വിയോഗത്തിന് ശേഷവും ആ രണ്ടുപേരുടെയും നാമം ഒന്നിച്ച് കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു. ഇരുവരും ട്വിൻസ് ആണ്. രണ്ടുപേരും ഇരട്ടകളായി ജനിക്കുകയും 6-ാം വയസ്സിൽ തൊട്ട് സംഗീതം പഠിക്കുകയും പിന്നീട് സ്വാതിരുന്നാൾ കോളേജില് വലിയ നല്ല ഫസ്റ്റ് ക്ലാസ്സോടെ ഗാനഭൂഷണം പാസ്സാവുകയും ഒക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവസാനത്തെ ഗാനം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത് എന്നാണ് എനിക്ക് അറിയാവുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. സുന്ദരം പാടിയ ഗാനം പൂർണ്ണത്രയീശനെ കുറിച്ചുള്ള ഗാനമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തതെന്നാണ് വിവരം. എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി സംഗീതത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും യുവത്വം സൂക്ഷിക്കുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു. ഗായകൻ എന്ന നിലയിൽ തന്നെയാണ് ആദ്യകാലത്ത് അദ്ദേഹം പ്രശസ്തനായ സംഗീത സംവിധായകർ എന്ന രീതിയിൽ രണ്ടുപേരും വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചു. പ്രത്യേകിച്ചും 70കളിലാണ് ജയവിജയ കൂട്ടുകെട്ട് വലിയ തോതിൽ ഒരു തരംഗമായി മാറിയത്. ശാസ്ത്രീയ സംഗീതത്തെ, കർണാടക സംഗീതത്തെ എങ്ങനെയാണ് ജനകീയമാക്കുക എന്നതുകൂടി മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം, വേദികളിലുള്ള പ്രകടനം എല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ നിര്യാണത്തെ തുടർന്ന ഭക്തിഗാനങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവുകയായിരുന്നു ഒരു പക്ഷേ KG ജയൻ എന്നാണ് നമുക്ക് ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയവിജയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന സഹോദരന്റെ കൂടി അദൃശ്യ സാന്നിധ്യം വേദികളിലും അതുപോലെ തന്റെ സംഗീത സംവിധാന രംഗത്തും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ, സജീവ്, ഈ മനോജ് K ജയൻ അദ്ദേഹത്തിൻ്റെ മകനാണ്, അതറിയാം. ഈ അവസാന കാലത്തെ ചില ചിത്രങ്ങൾ കണ്ടിരുന്നു. അതിൽ അല്പം അവശനായിരുന്നു അദ്ദേഹം. മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നോ? ഇനിയൊപ്പം തന്നെ ഈ ഇപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ആ ഗാനമൊക്കെ അത് അത്ര അനശ്വരമായി നിൽക്കുന്ന ഗാനമാണ്. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി അത് മറ്റൊന്ന്. ഈ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശാഖയിലൂടെ ചലച്ചിത്ര സംഗീതത്തിലും മനോഹരമായി അതിനെ അപ്ലൈ ചെയ്ത ഒരു സംഗീതജ്ഞൻ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുമോ?
ഏറ്റവും പ്രധാനം നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം തന്നെയാണ്. അത് അക്കാലത്ത് വലിയ തരംഗമായി മാറുകയും. സജി ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഗായകൻ ഗണേഷ് സുന്ദരം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഗണേഷ് സുന്ദരം, രാവിലെ അത്ര നല്ല വാർത്തയല്ല, ശുഭകരമായിട്ടുള്ള വാർത്തയല്ല KG ജയന്റെ അന്ത്യം, അദ്ദേഹത്തിന്റെ നിര്യാണം. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തത്? ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായി പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റിൽ പങ്കാളിയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അദ്ദേഹം കമ്പോസ് ചെയ്ത ഏറ്റവും അവസാനത്തെ ഗാനം ഞാനാണ് പാടിയെന്നാണ് എൻ്റെ ഒരു തോന്നല്. എന്നെ സംബന്ധിച്ച് പിതൃതുല്യനായിട്ടുള്ള ഗുരുനാഥനായിരുന്നു അദ്ദേഹം. വളരെയധികം ഗാനങ്ങൾ പാടാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനപ്പുറം ഞങ്ങളൊക്കെ ദൈവതുല്യം കണ്ടിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു കുട്ടിക്കാലത്ത്. അദ്ദേഹത്തിന്റെ ശബരിമല സമയങ്ങളിൽ കെട്ടുനിറയ്ക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ശരണം വിളിയേക്കാൾ കൂടുതലായിട്ട് ഏറ്റുപാടി ഭക്തി നിർഭരമായിട്ട് യാത്ര പോയിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് എപ്പോഴും ഒരു ഈശ്വരതുല്യനായിട്ടുള്ള ഒരു സംഗീതജ്ഞനായിട്ട് അവർ രണ്ടുപേരെയും മനസ്സിൽ കരുതിയിരുന്നത്. പിന്നീട് അതിനുശേഷം സാറുമായിട്ടൊക്കെ വളരെയധികം പാട്ടുകൾ പാടി അദ്ദേഹത്തിന്റെ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായി എന്നതിനപ്പുറം വളരെ ഒരു ആത്മബന്ധം ഉണ്ടായി വന്നതാണ്. ഒരു മകനെ പോലെ കരുതിയിരുന്നതാണ് എന്നെ അദ്ദേഹം. അത്ര കണ്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്ന ഒരു സംഗീതജ്ഞൻ വേറെ എന്നെ സംബന്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടെ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു, വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ അവസാന സമയത്ത് ചില ചിത്രങ്ങൾക്ക് വളരെ അവശനായിരുന്നു. എന്നാണ് ഏറ്റവും ഒടുവിൽ ആ പാട്ട് ചെയ്തത് നിങ്ങൾ ഒരുമിച്ച്? ഞങ്ങളൊരു 90കളുടെ അവസാനം 2000 തുടക്കത്തിൽ ആ ഒരു 10 വർഷത്തോളം കാലമാണ് സാറുമായിട്ട് കൂടുതൽ വർക്കുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. അല്ല, ഏറ്റവും ഒടുവിൽ ചെയ്തത് ഏത് വർഷമായിരുന്നു? ഇപ്പൊ ഈ കഴിഞ്ഞ ചിങ്ങമാസത്തിലെ ഒരു വർക്ക്, ഒരു പാട്ട്, ഒരു സോപാന കീർത്തനം ചെയ്തിരുന്നു. ശ്രീ പൂർണ്ണത്രയീശനെ സ്തുതിച്ചുകൊണ്ട് ഒരു സോപാന കീർത്തനം. ആ സമയം അദ്ദേഹം എങ്ങനെയായിരുന്നു? പൂർണ്ണ ആരോഗ്യവാനായിരുന്നോ അല്ലെങ്കിൽ അവശതകൾ ഉണ്ടായിരുന്നോ? പൂർണ്ണ ആരോഗ്യം എന്ന് പറയാൻ വയ്യ. ചെറിയ ഓർമ്മക്കുറവൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം സംഗീതം ചെയ്യാനുള്ള ഒരു ആവേശം എന്ന് പറയുന്നത് 10 മടങ്ങായിരുന്നു മുമ്പത്തേക്കാൾ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം പാട്ട് ഒരു ലിറിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ 2-3 ദിവസമൊക്കെ ആവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനും ലിറിസിസ്റ്റ് ബൽറാമും കൂടെ ഇതുകൊണ്ട് കൊടുത്ത് ഞാൻ തിരിച്ചു വീട്ടിലെത്തിയപ്പോ തന്നെ സാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പല്ലവി ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സാറ് പാടി കേൾപ്പിക്കുകയും ഉടനെ തന്നെ ഞാൻ തിരിച്ച് സാറിന്റെ വില്ലയിലേക്ക് പോയിട്ട് പാട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യാണ് ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാറിന്. ആയതുകൊണ്ട് സ്റ്റുഡിയോയിലേക്കൊന്നും വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ സാറിന് അത്ര അധികം ആവേശമായിരുന്നു. അപ്പോൾ ഒരു റീജുവനേഷൻ പോലെയാണ് സാറിനെ സംബന്ധിച്ച് അത് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സാറ് വന്നു. ഞങ്ങള് അദ്ദേഹത്തെ വീൽ ചെയറിലൊക്കെ ആക്കിയിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി റെക്കോർഡിങ്ങിന് ഞാൻ പാടുന്നത് സാറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. സാറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ പാടി തീർത്തു. വലിയ ഓർമ്മകളാണ്. മനസ്സിലായി. ശ്രീ ഗണേഷ്, താങ്കളുടെ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അദ്ദേഹം ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ എങ്ങനെയാണ്? വളരെ കർക്കശക്കാരനായിട്ടുള്ള സംഗീതജ്ഞനാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി? നമുക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ വളരെ എന്താ പറയാ, തമാശ നിറഞ്ഞ ഒരു റെക്കോർഡിംഗ് സെഷൻ ആയിരിക്കും സാറിന്റെ. വല്ലാതെ നമ്മളെ ചിരിപ്പിച്ച് എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് സാറിന്. അല്ലാതെ ഭയങ്കര നിർബന്ധ ബുദ്ധിയോടുകൂടി റെക്കോർഡിംഗ് കൊണ്ടുപോകുന്ന ഒരാളെ ആയിരുന്നില്ല. അത് വളരെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു സാർ. വളരെ നന്ദി ശ്രീ ഗണേഷ് സുന്ദരം പ്രതികരിച്ചതിന്. പ്രമുഖ സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 63 വർഷങ്ങൾ നീണ്ട സംഗീത ജീവിതത്തിനാണ് ഇപ്പോൾ അവസാനമായത്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. ആജ്ഞ, ഈ സംസ്കാരം സംബന്ധിച്ചോ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയോ? വീട്ടുകാർ, കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അത്തരം ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉള്ള സാഹചര്യമായിട്ടില്ല.
എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ആണ് അദ്ദേഹം തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. എന്തോ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ കഴിഞ്ഞതും. അതുപോലെ തന്നെ സംഗീതത്തിന്റെ 63-ാം വർഷവും പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ വിജയൻ എന്ന ഇരട്ട സഹോദരന്റെ പേര് കൂടി ചേർത്ത് ജയവിജയ എന്ന പേരിലായിരുന്നു KG ജയനും അദ്ദേഹത്തിന് ഇരട്ട സഹോദരനും കർണാടക സംഗീതത്തിലൂടെ ഗാനരംഗത്തേക്കുള്ള സംഭാവനകൾ, തുടർന്നത് സിനിമാ ഗാനങ്ങളിലേക്കും ലൈറ്റ് സംഗീതത്തിലേക്കും അതുപോലെ തന്നെ ഭക്തിഗാനത്തിലേക്കും ഒക്കെ മാറുകയായിരുന്നു. നടൻ ജോസ് പ്രകാശാണ് ജയവിജയ എന്നുള്ള പേര് ആക്കി ഈ രണ്ട് ഇരട്ട സഹോദരന്മാരുടെ പേര് ചേർത്ത് ജയവിജയ എന്നൊരു പേരാക്കി മാറ്റിയത്. ഈ കൂട്ടുകെട്ട് പിന്നീട് ഈ തെക്കേ ഇന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ കൂടുതലും ഭക്തി ഗാനങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം നൽകിയിരുന്നതെങ്കിലും നിരവധി സിനിമാ ഗാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ആൽബങ്ങളും ഒക്കെ ഈ കൂട്ടുകെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം 1988 KG വിജയൻ അന്തരിക്കുന്നത്. അതിനുശേഷം തനിച്ചായിപ്പോയെങ്കിലും അദ്ദേഹം തന്നെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, തന്റെ ഇതില് സംഗീത സംവിധാനത്തിലൊക്കെ ഈ സഹോദരന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആ കൂട്ടുകെട്ട് തന്നെയാണ് ഇപ്പോഴും തന്നെ സംഗീതത്തിന്റെ കൂടുതൽ മേഖലകളിലേക്ക് തന്നെ നയിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ പറയുകയുണ്ടായിരുന്നു. പ്രസക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സംഗീത ജീവിതം. ആജ്ഞ തുടരുക. ഗായകൻ ദേവാനന്ദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ദേവാനന്ദ്, KG ജയന്റെ മരണം അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? മലയാള ഭക്തി സംഗീത രംഗത്തെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം അദ്ദേഹം ഭക്തി സംഗീതത്തിന് വന്നിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനിയൊരു വ്യക്തിക്ക് അത് നൽകാൻ സാധിക്കുമെന്നറിയില്ല. അത്രയും അയ്യപ്പന്റെ ഭക്തിഗാനങ്ങളാണെങ്കിലും ഗുരുവായൂരപ്പന്റെ ആണെങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഭക്തി എന്നുള്ള ആ ഒരു വിഷയത്തില് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം. ഈവൻ സിനിമാ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാക്കുകൾ പാടിയിട്ടുണ്ട്, സ്ട്രൈക്ക് ആയിട്ടുള്ള സോങ്സ് ചെയ്തിട്ടുണ്ട്, ഷോസ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനും അദ്ദേഹമായിട്ട് അത്രയും അടുപ്പമുള്ള വ്യക്തികളായിരുന്നു. അപ്പം അത്രയും ലാഘവത്തോടെയാണ് ഓരോ കമ്പോസിഷൻ. ഇപ്പൊ ഞങ്ങൾ കമ്പോസിങ് ഇരിക്കുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം തന്നെ ചോദിക്കും, നിനക്ക് എന്ത് രാഗത്തിലാണ് ചെയ്യേണ്ടത്? കലർപ്രിയ എന്ന് പറഞ്ഞാൽ ഉടനെ, കാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെഡിയാണ്. അതൊരു ഒരു ഒരു വല്ലാത്തൊരു മാജിക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒട്ടും പ്രത്യേകിച്ച് അദ്ദേഹം പഠിച്ചു വന്ന രീതിയിൽ ചന്ദ്രസ്വാമിയുടെ ശിഷ്യൻ എന്നുള്ള രീതിക്കും കർണാടക സംഗീതത്തിലുള്ള അദ്ദേഹത്തിന്റെ അവഗാഹം എന്നുള്ള രീതിക്കും എല്ലാം തന്നെ ഒരു തീരാ നഷ്ടം എന്നൊന്നും അല്ല, അതിനേക്കാൾ ഉപരിയാണ് അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ശ്രീ ദേവാനന്ദ് എത്ര തവണ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം? അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടില്ല, മീൻസ് പാട്ടിൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ എന്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്രാക്സ് ആണ് ജയേട്ടന്റെയും ഉണ്ണിയേട്ടന്റെ ഒക്കെ ട്രാക്സാണ് ആദ്യം പാടിയിട്ടുള്ളത്. അപ്പം അതാണ് എന്റെ റെക്കോർഡിങ്ങിൽ ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും ജയമാഷിന്റെ ട്രാക്കുകളാണ് ആദ്യം പാടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓപ്പൺ ആയിട്ട് പാടുന്ന ഒരു ആളാണ്. ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പൊ പാട്ട് പറഞ്ഞു തരാനാണെങ്കിലും അതിന്റെ കൂടെ പാടിക്കാനാണെങ്കിലും കൂടെ ഒരുമിച്ച് കോറസ് ഉൾപ്പെടെയുള്ളത് പാടാനാണെങ്കിലും ഒക്കെ ഒരു മറ്റുള്ളവരോടുള്ള ഒരു വലിയൊരു സ്നേഹം, പ്രത്യേകിച്ച് എന്നോടൊക്കെ ഒരു പ്രത്യേക ഓരോ പാട്ടുകാരോടും തന്നെ, പുതിയ പാട്ടുകാരോടും എല്ലാവരോടും തന്നെ ഒരുപോലെ എല്ലാവരോടും സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ആദ്യം ശ്രീ ഗണേഷ് സുന്ദരം സൂചിപ്പിച്ചതുപോലെ ഈ മുഖഭാവം കണ്ടാൽ ഒരു പക്ഷേ പരിചിതരല്ലാത്തവർക്ക് തോന്നും വളരെ കർക്കശക്കാരനാണ് എന്ന്. അങ്ങനെയല്ല അദ്ദേഹം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഗണേഷ് സുന്ദരം പറയുകയുണ്ടായി. താങ്കൾക്ക് ഒരു അനുഭവമാണോ? തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത്തിരി പേടിയാവും. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഒരു ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി എന്നുള്ളൊരുപരി ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നാൽ ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനോട് എന്താ സംസാരിക്കേണ്ടത് അദ്ദേഹത്തിന് അറിയാം. അല്ലെങ്കിൽ ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനോട് എങ്ങനെയാണ് ഒരു സംഗീത ഭാഷയിൽ അദ്ദേഹത്തിന്റെ നിന്ന് ഒരു പാട്ടുകാരനാണെങ്കിൽ ആ പ്രോത്സാഹിപ്പിച്ച് എങ്ങനെ പാടിച്ചു കൊണ്ടുവരണമെന്ന് വ്യക്തമായിട്ട് അറിയാം. അതൊരു വലിയ കഴിവാണ്. കാരണം സീനിയർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് എപ്പോഴും അവരവരുടേതായ ചില സ്വഭാവ രീതികളായിരിക്കും. പക്ഷെ ഇതല്ല,
ഭാഷ രീതി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരോട് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള രീതിക്കാണെങ്കിലും ഏറ്റവും അതാണ് ഒരു കമ്പോസറുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഒരു പാട്ടുകാരന്റെ നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് ആ പാട്ടുകാരനെ എത്ര പ്രോത്സാഹിപ്പിച്ച് പാടിയെടുക്കുക എന്നുള്ളതാണ് കമ്പോസറുടെ ഏറ്റവും വലിയ കഴിവെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പഴയ ആൾക്കാരാകുമ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ധാർഷ്ട്യങ്ങളും ഒക്കെ ഉള്ളപ്പം എന്താ പാടാന്ന് ഒരു ദേഷ്യപ്പെടുകയും ഒക്കെ അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെ ഭംഗിയായിട്ട് പാടിച്ചെടുക്കാം, അതാണ് ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഈ അദ്ദേഹം ഈ കൂടുതൽ ഭക്തിഗാനങ്ങൾ അതിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു, പ്രത്യേകിച്ചും സഹോദരൻ്റെ മരണത്തിന് ശേഷമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, അദ്ദേഹത്തെ കൂടുതൽ ഈ സംഗീത ശാഖയിൽ മലയാളത്തിന് അത്രമാത്രം ഒരു വിപുലമായ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അന്നത്തെ സമയത്ത് ഇപ്പൊ നക്ഷത്ര ദീപങ്ങള് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കുറെ പാട്ടുകൾ ആരാരോ എന്നുള്ള താരാട്ട് പാട്ടുകൾ ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ദേവരാജ മാഷ്, ദക്ഷിണാമസ്വാമി അങ്ങനെയുള്ള മഹാരഥന്മാർ ഒരുപാട് പേരുള്ളൊരു സമയമാണല്ലോ. അപ്പം ഒരു പക്ഷേ അതൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്ക് ഒരു ഒരു സാധ്യത ഒരുപാടുണ്ട്. ഇപ്പൊ ഈവൻ തമ്പി സാറ് തന്നെ പറയാറുണ്ടല്ലോ, വയലാറും ഭാസ്കർ മാഷും ഉള്ള സമയത്തുള്ള ആ ഒരു വിഷയം പറയാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ മാസ്റ്ററും ഒരുപാട് ഇഷ്യൂസ് അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഭക്തി സംഗീതത്തിന്റെ കൂട്ടത്തിലാണ്. അതിനൊരു പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭ എന്നുള്ളത് തന്നെ കിടക്കാം. പ്രത്യേകിച്ച് മയിൽപീലി പോലെയുള്ള പാട്ടുകളും അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഭക്തിഗാന രംഗത്ത് അദ്ദേഹത്തിന്റെ പാട്ടില്ലാതെ ഒരു ഭക്തിഗാനം വരെ ഉണ്ടാവില്ല. ഒരിക്കലും മലയാളികളുടെ ഇതിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, നന്ദി ശ്രീ ദേവാനന്ദ് പ്രതികരിച്ചതിന്. ഇപ്പോൾ രവി മേനോൻ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ രവി മേനോൻ, താങ്കൾക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു ബന്ധമുണ്ടായിരുന്നോ കെ ജി ജയനുമായി? വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അത് എങ്ങനെയാണ്, അദ്ദേഹത്തെ എങ്ങനെയാ അനുസ്മരിക്കുക ഈ സമയം? ശരിക്കും മലയാളികൾക്ക് ഒരു ഭക്തിഗാന സംസ്കാരം രൂപപ്പെടുത്തിയ ഒരു സംഗീത സംവിധായക സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം ലെജൻഡുകളായിട്ടുള്ള സംഗീത സംവിധായകർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സിനിമയിലും അല്ലാതെയൊക്കെ ആയിട്ട് ധാരാളം പാട്ടുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളുകൾ. ജയനും വിജയനും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഭക്തിഗാനങ്ങൾ അവരുടെ ഊർജം കൊണ്ടും അവയുടെ എന്താ പറയാ ഭക്തിയുടെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഭാവമാണ് അവരുടെ പാട്ടുകളിലൊക്കെ നമുക്ക് കേൾക്കുക. ഇപ്പൊ എല്ലാ പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായിൽ പിറന്ന, ശ്രീകോവിൽ നട തുറന്നു, അങ്ങനെ ധാരാളം പാട്ടുകൾ, അതിലൊക്കെ ഒരു ഊർജ്ജസ്വലതയുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന പാട്ടുകളാണ്. പിന്നെ അല്ലാതെ തന്നെ സിനിമാ ഗാനങ്ങൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കേട്ടുള്ള ഏറ്റവും ആർദ്രമായിട്ടുള്ള സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന പാട്ടുകളിലൊന്നായ ഹൃദയം ദേവാലയം. ആ പടം, അത് ഉൾക്കൊണ്ട പടം പുറത്തിറങ്ങിയിട്ട് പോലുമില്ല, പക്ഷെ അത് ഒരു തലമുറ മുഴുവൻ ഏറ്റുപാടിയ പാട്ടാണ്. അതുപോലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, പിന്നെ ധാരാളം സിനിമാ ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ, എല്ലാ മേഖലകളും, സംഗീതത്തിന്റെ എല്ലാ മേഖലകളും, ശാസ്ത്രീയ സംഗീത കച്ചേരികളായാലും അതും അങ്ങനെ സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും. ഈവൻ അന്നത്തെ കാലത്ത് ഒരു ന്യൂ ജനറേഷൻ പാട്ടായിരുന്നു ഹിപ്പി 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 എന്ന് പറയുന്ന പാട്ട്. 70കളിൽ പുറത്തിറങ്ങിയിട്ടുള്ള അന്നത്തെ കാലത്തെ ഒരു പുതുതലമുറ പാട്ട്. അത്തരത്തിലുള്ള പാട്ടുകളും മാപ്പിള പാട്ടുകളും ഒക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് ജയവിജയ. ശ്രീ രവി മേനോൻ, താങ്കൾ ഈ സംഗീത നിരൂപണത്തിൽ അത്രമാത്രം വർഷങ്ങളുടെ ഒരു പരിചയസമ്പത്തുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ അദ്ദേഹത്തിൻ്റെ ഈ ജീവിത കാലയളവിൽ ഈ സഹോദരൻ്റെ വിയോഗം അത് മാത്രമായിരുന്നു ഈ ഭക്തിഗാനങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്? ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് അവർ ഒരുമിച്ച് ഭക്തിഗാനങ്ങൾ ഒരുക്കിയിരുന്നത്. ചെമ്പൈ സ്വാമിയുടെ ശിഷ്യരാണ്. ചെമ്പൈ ഹൃദയം കൊണ്ട് അനുഗ്രഹിച്ച ശിഷ്യന്മാരാണ് രണ്ടുപേരും. അപ്പൊ അവര് തുടക്കം ശരിക്കും പറഞ്ഞ ഒരു മാപ്പിളപ്പാട്ടിലൂടെ ആയിരുന്നെങ്കിലും പിന്നീട് മലയാളികൾ അവര് പരിചിതരാകുന്നത് ഭക്തിഗാനങ്ങളിലൂടെയാണ്. പക്ഷെ വിജയന്റെ ആകസ്മികമായിട്ടുള്ള വിയോഗം യഥാർത്ഥത്തിൽ വലിയൊരു ആഘാതമായിരുന്നു തനിക്ക് എന്ന് ജയൻ മാഷ് പറയാറുണ്ട്. കാരണം പിന്നീട് ഒരു കച്ചേരി, അന്ന് നേരത്തെ രണ്ടുപേരും കൂടി ചെയ്യാമെന്ന് നാഗമ്പടം ക്ഷേത്രത്തിൽ ഏറ്റിരുന്ന ഒരു കച്ചേരി നടത്താൻ വേണ്ടി സംഘാടകർ വിളിച്ചപ്പോ ഒറ്റയ്ക്ക് ചെന്ന് കച്ചേരി നടത്താൻ അദ്ദേഹത്തിന് മടി തോന്നി. കാരണം അനിയൻ അല്ലെങ്കിൽ സഹോദരൻ കൂടെ ഇല്ലാതെ ആദ്യമായിട്ട് കച്ചേരി നടത്താൻ പോവുകയാണ്. ഇരട്ട സഹോദരന്മാരാണ്, ഏതാണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, സമയത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഒറ്റപ്പെടൽ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അങ്ങനെ അത് പിന്മാറാൻ വേണ്ടി തീരുമാനിച്ചു. ഒരിക്കലും ഇനി കച്ചേരി രീതിയിലേക്ക് ഇല്ല എന്ന് പറയുന്ന ജയൻ മാഷെ അതിന്റെ സംഘാടകർ നിർബന്ധിച്ച് കച്ചേരിയിലേക്ക് കൊണ്ടുവരികയുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധാനം, ഇനി ഒരുമിച്ച് സംഗീത സംവിധാനം ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് സംഗീത സംവിധാനത്തിൽ നിന്നും വിട പറയുന്ന ആ കാലഘട്ടത്തിലാണ് യേശുദാസ് സ്നേഹപൂർവ്വം നിർബന്ധിച്ച് മയിൽപീലി എന്ന് പറയുന്ന ആൽബം ചെയ്യിക്കുന്നത്. അങ്ങനെ ജയവിജയ എന്ന പേരിൽ തന്നെ സഹോദരന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട്
അദ്ദേഹം മയിൽപീലി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. ആ പാട്ടുകളൊക്കെ ജനകീയമായി മാറുന്നു. ഓക്കെ. ഒപ്പം തന്നെ ശ്രീ രവി മേനോൻ, ഈ ചലച്ചിത്രം ലോകം, സിനിമാ രംഗം ഈ ഇത്രമാത്രം പാണ്ഡിത്യമുള്ള ഒരു സംഗീതജ്ഞന് അർഹിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നൽകിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജയൻ മാഷോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് ജയൻ മാഷ് പറയാറുണ്ട് അതിൽ അദ്ദേഹത്തിന് അത്ര വലിയ നിരാശയില്ല. കാരണം അല്ലാതെ തന്നെ ഭക്തിഗാന ലോകത്ത് അവർ വളരെ തിരക്കിലായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും അതുപോലെ റെക്കോർഡിങ്ങുകളിലൊക്കെ സജീവമായിട്ടിരുന്ന ഒരു കാലമായിരുന്നു. അതുപോലെ ലളിതഗാനങ്ങൾ ഉണ്ടായിരുന്നു, ഭക്തിഗാനങ്ങൾ. അങ്ങനെ അതുകൊണ്ട് സിനിമയിൽ കൂടുതൽ ചാൻസ് കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയായിട്ട് അദ്ദേഹം ഒരിക്കലും കണ്ടിരുന്നില്ല. പക്ഷെ അപൂർവമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം ഇപ്പൊ ഉത്രാട രാത്രിയിൽ, ബാലേന്ദ്രവന്റെ ആദ്യത്തെ സിനിമയിലെ ഉത്രാട രാത്രിയിലെ പാട്ടുണ്ട്, വാണിജ്യറാം പാടിയ ഒരു പാട്ടുണ്ട്. അങ്ങനെ ധാരാളം പാട്ടുകൾ അവർ ചെയ്തിട്ടുള്ള ആ പാട്ടുകളെല്ലാം ഹിറ്റായി ഏകദേശം എന്നുള്ളതാണ്. ഇപ്പൊ നിറകുടത്തിലെ പാട്ടുകൾ ഒക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് വലിയൊരു ദുഃഖകരമായ ഒരു അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് അവർ ഒരിക്കലും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ അദ്ദേഹത്തിന്റെ കച്ചേരികൾ ഇപ്പം ഈ സംഗീതത്തിൽ അഗാധമായിട്ടുള്ള ജ്ഞാനമില്ലാത്തവരാണെങ്കിൽ പോലും ആ സംഗീതം ആസ്വദിക്കാൻ അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് മുന്നിൽ ഇരുന്നാൽ നമ്മൾ അത് പൂർത്തിയാകാതെ എഴുന്നേറ്റ് പോകില്ല എന്നിങ്ങനെ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചേരികൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള കച്ചേരികൾ എനിക്ക് കേൾക്കാനും ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ആ കച്ചേരികൾ കേട്ടിട്ടുള്ള ആളുകൾ വളരെ ആവേശത്തോടു കൂടി അവയെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാരണം രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ ഒരേ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പാടുന്ന ആ പാട്ടുകൾ, അതിൽ പലപ്പോഴും അദ്ദേഹം കച്ചേരികളിൽ ഈ ഭക്തിഗാനങ്ങൾ ശാസ്ത്രീയ ചിട്ടവട്ടങ്ങളോടുകൂടി ആലപിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുപ്രഭാതങ്ങൾ, അയ്യപ്പ സുപ്രഭാതം, അങ്ങനെ ധാരാളം സുപ്രഭാത സ്തുതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സന്ധ്യാസ്തുതികൾ ചെയ്തിട്ടുണ്ട്. അവയിലൊക്കെ അവരുടെ ഒരു സ്റ്റാമ്പ് ഉണ്ട്. ഇപ്പൊ ജയവിജയന്മാർ ചെയ്ത പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് അവർ ചെയ്തതാണെന്ന്. ആ ഒരു അനുകരണം എന്ന് പറയുന്നത് ഇല്ല. മലയാളത്തിൽ ആ ഒരു വേറിട്ട വഴിയായിരുന്നു അവരുടെ. വളരെ നന്ദി ശ്രീ രവി മേനോൻ. മാധ്യമപ്രവർത്തകനും ഗാനനിരൂപകനുമാണ് രവി മേനോൻ. അദ്ദേഹമാണ് ഇപ്പോൾ KG ജയനെ അനുസ്മരിച്ചത്. എന്നാലും രാവിലെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് ആദ്യം തന്നെ ഈ ന്യൂസ് റൂമിലേക്ക് എത്തിയത്. ദുഃഖം നിറഞ്ഞ വാർത്തയിൽ തന്നെയാണ് മോർണിംഗ് വൈബ്സിന് ആരംഭിക്കേണ്ടി വന്നത്. എന്നാലും സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഏതാണ്ട് 63 വർഷക്കാലം സംഗീത ലോകത്ത് ആ സബരിയ അതിന് വിരാമമാവുകയാണ്. ഇവിടെ സജീവ് സി വാര്യർ തുടരുന്നുണ്ട്. സജീവ്, ഇപ്പോൾ ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ വളരെ സൗമ്യനായിട്ടുള്ള, അതേസമയം ഇപ്പോൾ കച്ചേരികളിൽ ഊർജ്ജസ്വലനായിട്ടുള്ള, ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം അത് വലിയ നഷ്ടമാണ്. അത് ഭക്തിഗാന ശാഖയ്ക്ക് മാത്രമല്ല സംഗീത ലോകത്തിന് ആകമാനം. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ താങ്കൾക്ക്? എന്തോ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവുമായി ഒന്നിച്ച് ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ വളരെ സരസനായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഉള്ളത്. വളരെ സരസനായി കാണുമ്പോൾ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ, കാണുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ കുറെ കൂടി ഒരു ഗൗരവമുള്ള പ്രകൃതമാണ് എന്ന് കരുതാമെങ്കിലും അദ്ദേഹം വളരെ സരസമായി സംസാരിക്കുകയും അതുപോലെ ഈ സംഗീതത്തിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം വളരെ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഹോദരന്മാർ രണ്ടുപേർ ചേർന്ന് പാടുന്ന കച്ചേരി വേദികളുണ്ടല്ലോ. അവിടെ നേരത്തെ നമ്മളിപ്പോ ഹൈദരാബാദ് ബ്രദേഴ്സ്, അതുപോലെ തൃശ്ശൂർ ബ്രദേഴ്സ്, അതുപോലെ രഞ്ജിനി ഗായത്രി, ഇപ്പോൾ ഭയങ്കര പ്രശസ്തരായിട്ടുള്ള രഞ്ജിനി ഗായത്രി, ഇങ്ങനെയുള്ള രണ്ടുപേർ ചേർന്ന് പാടുന്ന പാട്ടുകളുടെ ഒരു പ്രത്യേകത ഒരേ സംഗതി ഒരേപോലെ ഒരേ ഭാവത്തിൽ ഒരേ ശബ്ദത്തിൽ പാടിയില്ലെങ്കിൽ അത് അരോചകമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ ഇരുവരും ചേർന്ന് പാടിയിരുന്ന കച്ചേരികളിലെല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരേ ഊർജവും ഒരേ ശബ്ദവും ഒരേ ഭാവവും നിലനിർത്തിക്കൊണ്ട് ആദ്യാവസാനം 3.5-4 മണിക്കൂർ നീളുന്ന കച്ചേരികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത്തരം സംഗീത കച്ചേരികൾ കുറവാണ്. എങ്കിൽ കൂടി അക്കാലങ്ങളിൽ രാത്രിയിൽ വളരെ ദീർഘനേരം നിൽക്കുന്ന കച്ചേരികളിൽ ഒരേ ഊർജം നിലനിർത്താൻ, ആദ്യാവസാനം നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു. ഒരുപക്ഷെ കർണാടക സംഗീതത്തെ ജനകീയമാക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയ ആളുകളാണ് ജയവിജയന്മാർ. അവർ ആദ്യകാലങ്ങളിൽ ഈ വേദികൾ കൈയടക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ആ വേദിക്ക് മുമ്പിലിരിക്കുന്ന സദസ്സിനെ
അതിനൊപ്പം അവരുടെ മനോഭാവത്തിനൊപ്പം സഞ്ചരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു നേട്ടം. അതുകൊണ്ടാണ് 60കളുടെ അവസാനം 70കളിലുമൊക്കെ വലിയ തോതിലുള്ള ചലനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. അത് ആ തരത്തിലാണ് അവർ വേദികൾ വഴിയാണ് വലിയ തോതിൽ പ്രശസ്തരാകുന്നത്. പിന്നീടാണ് സംഗീത സംവിധാന രംഗത്തും വലിയ തരത്തിലുള്ള സംഭാവനകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചത്. പ്രത്യേകിച്ചും ചെമ്പൈ ഭാഗവതരുടെ ശിഷ്യർ എന്നുള്ള നിലയിൽ ഉള്ള അവരുടെ ഒരു പാണ്ഡിത്യത്തിന്റെ ലക്ഷണം ഒരുപക്ഷെ അവരുടെ പാട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പാട്ടുകൾ കർണാടക സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള പാട്ടുകൾ ആണ്. ഓരോ രാഗത്തെ ബേസ് ചെയ്ത് തന്നെ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പം അന്യസ്വരങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ കൃത്യമായ രാഗങ്ങൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ഈ ദക്ഷിണാമൂർത്തി സ്വാമി അടക്കമുള്ള ആളുകൾ സംഗീതം ചെയ്തിരുന്ന ഒരു കാലത്ത് തന്നെയാണ് അവരും വലിയ തോതിൽ ശോഭിക്കുകയുണ്ടായത്. ഈ വലിയ മഹാരഥന്മാർ, നേരത്തെ ഗണേഷ് സുന്ദരം പറഞ്ഞ പോലെ വലിയ മഹാരഥന്മാർ സംഗീതം ചെയ്തിരുന്ന കാലത്ത് അവർക്കൊപ്പം ശ്രദ്ധേയരാവാൻ സാധിച്ചു എന്നുള്ളതാണ് ജയവിജയന്മാരുടെ അവരുടെ കഴിവിന്റെ ഒരു അടയാളം. അവസാന കാലത്ത് ഈ 50ഓളം അകാലത്തിൽ അദ്ദേഹത്തിന് സഹോദരൻ മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തം സഹോദരൻ ഒപ്പം ഇരുന്നാണ് ഈ പാട്ടുകൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പാട്ടുകൾ ചെയ്യുമ്പോഴും അതേ ഊർജ്ജസ്വലത നിലനിർത്താൻ ഇവർക്ക് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 90-ാം വയസ്സിലും ആ തരത്തിൽ അവസാനത്തെ പാട്ട് ചെയ്യുമ്പോഴും അതേ ഊർജ്ജം നിലനിർത്താൻ സാധിച്ചു എന്നത് ഒരുപക്ഷെ അധികം ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും ശബരിമല ഭക്തിഗാനങ്ങൾ, അതായത് അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായിരുന്നു ഏറ്റവും വലിയ സംഭാവന. അതുകൊണ്ട് തന്നെയാണ് ശ്രീകോവിൽ നടന്നു വന്ന ഗാനം ആദ്യം, അതായത് ശ്രീകോവിൽ തുറക്കുമ്പോൾ ആ ഗാനം കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ശബരിമല സന്നിധാനം ഉണരുന്നത്. ആ തരത്തിൽ ഉള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനം. പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഒരുപക്ഷെ മകനെ സംഗീതജ്ഞനായി വളർത്തിയെടുക്കാൻ കഴിയാതിരുന്നതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നോ എന്ന് അറിയില്ല. എങ്കിലും നല്ല ശബ്ദവും നല്ല ശാരീരവും നല്ല സംഗീത ജ്ഞാനവുമുള്ള മകൻ അഭിനയ രംഗത്ത് ശോഭിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. സജി സി വാര്യരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. ഇപ്പോൾ സജി സൂചിപ്പിച്ചതുപോലെ മനോജ് K ജയനാണ് മകനാണ്. 90 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അത് ഇപ്പോഴും മലയാളികൾക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരുപാട് ഗാനങ്ങൾ. ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ഗാനം ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് ശ്രീകോവിൽ തുറക്കുമ്പോൾ കേൾക്കുന്ന ആദ്യ ഗാനം അതുതന്നെയാണല്ലോ. അപ്പോൾ നിരവധി അംഗീകാരങ്ങൾ നേടിയ സംഗീതജ്ഞന് പ്രണാമർപ്പിക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുപാട് പ്രേക്ഷകർ അദ്ദേഹത്തിന് പ്രണാമർപ്പിക്കുന്നുണ്ട്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. മോർണിംഗ് വൈബ്സ് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് വൈബ്സ് ഇനി പോകുന്ന തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. അവസാന ലാപ്പിൽ തെരഞ്ഞെടുപ്പ് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലെ ഗയയിലും അമിത്ഷാ ജമ്മു കാശ്മീരിലും പ്രചാരണത്തിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി അഗർത്തലയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഇന്ന് 2ാം ദിനമാണ്. തിരുവമ്പാടി
ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നിവിടങ്ങളിലാണ് രാഹുലിന്റെ പ്രചാരണ പരിപാടികൾ. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയൊരു റോഡ് ഷോ പലയിടങ്ങളിലായി രാഹുൽ നടത്തിയിരുന്നു. ഇന്നും റോഡ് ഷോകളാണോ പ്രധാനം? ഗുഡ് മോർണിംഗ് എൽദോ. ഇന്നലെ 5 ഇടങ്ങളിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്കിൽ ഇന്ന് വയനാടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ 6 ഇടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യ റോഡ് ഷോ തിരുവമ്പാടി മണ്ഡലത്തിലാണുള്ളത്. അത് 10:15 നിശ്ചയിച്ച സമയം കൊടിയത്തൂരിൽ. അതിനുശേഷം ഏറനാട് മണ്ഡലത്തിലെ കീഴുപറമ്പ്, തുടർന്ന് മമ്പാട്, അതിനുശേഷം നിലമ്പൂർ, വണ്ടൂർ മണ്ഡലത്തിലെ കരിവാരകുണ്ട്. അങ്ങനെ 6 ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയാണ്. ഈ പൊരിവെയിലിനെ, അതായത് 38 ഡിഗ്രി ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ കേൾക്കുവാനും ആളുകൾ ഈ നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം വലിയ ആവേശത്തോടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹമാകട്ടെ കൃത്യമായ രീതിയിൽ ദേശീയ തലത്തിലെ രാഷ്ട്രീയവും ഒപ്പം വയനാടിന്റെ തന്നെ വികസന കാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലും ഈ സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെയും ഇടപെടൽ പോരായ്മയുടെ പ്രശ്നങ്ങളും എല്ലാം ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടുള്ള ചെറിയ പ്രസംഗങ്ങൾ, അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലവിലെ ഒരു പ്രചരണ രീതി. ഇന്നും അതുതന്നെയാണ് ഉണ്ടാവുക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഏറനാട്. വലിയ ആവേശത്തോടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കണ്ട കാഴ്ചകളേക്കാൾ ആവേശോജ്വലമായ കാഴ്ചകളായിരിക്കും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉണ്ടാവുക. എവിടെയും കൊടികൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ മുഖം പ്ലക്കാർഡാക്കി ഉയർത്തിപ്പിടിച്ചും ബലൂണുകൾ ഉയർത്തിപ്പിടിച്ചുമാണ് അണികൾ ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ അണിനിരക്കുന്നത്. ഇന്നും അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഇന്ന് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ ഇന്ന് ആശയ സംവാദം നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും 10:15 അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആദ്യ റോഡ് ഷോ ആരംഭിക്കുക. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് അവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ 2ാം ദിനത്തിൽ ഇന്ന് കടക്കും. ഏറനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം ഇന്നെത്തും. ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ വോട്ടോട്ടം സംഘം ഇപ്പോൾ ഉള്ളത് അത് തൊടുപുഴയിലാണ്, ഇടുക്കിയിലാണ്. അവിടെ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫിന്റെ വീട്ടിൽ MG മിഥുൻ എത്തിയിരുന്നു. അവിടെ മകൻ അപ്പു ജോസഫുമായി സംസാരിച്ചിരുന്നു. നമുക്ക് കാണാം MG മിഥുനൊപ്പം വോട്ടോട്ടം തൊടുപുഴയിൽ. എൽദോ, ഗുഡ് മോർണിംഗ്. വോട്ടോട്ടം എന്നുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ തൊടുപുഴയിലാണുള്ളത്. തൊടുപുഴയിൽ എത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു വീടുണ്ട്, PJ ജോസഫ് സാറിന്റെ വീട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എല്ലാ കാര്യങ്ങളും എങ്ങനെ പോകുന്നു? ഇലക്ഷൻ നല്ല തിരക്കിലാണ്. കോട്ടയത്ത് നല്ലൊരു മത്സരമാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ സർവേ എനിക്ക് എല്ലാ പ്രീ പോളിലൊക്കെ നല്ല സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട് പാർട്ടിക്കും പ്രവർത്തകർക്കും. ഇടുക്കിയിൽ എങ്ങനെയുണ്ട്? ഇടുക്കിയിൽ ഡീൻ തന്നെ. കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തോടെ മാർക്ക് കൂടുമെന്നുള്ളത് തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം കേരളത്തിലെ 2ാമത്തെ വലിയ ഭൂരിപക്ഷമായിരുന്നു. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഇടുക്കിയിലായിരുന്നു ഡീൻ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അതിൽ തന്നെ തൊടുപുഴയിൽ തന്നെ 37,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം തൊടുപുഴയിൽ ഒരു 50 കടത്താനാണ് ഞങ്ങളുടെ ശ്രമം. നമുക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നമുക്ക് ഇതിന്റെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. കാരണം ഇവിടെ ഫാമുണ്ട്, ഒത്തിരി കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഈ ഒരു പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെ ഇതൊക്കെ നോക്കാൻ പറ്റുന്നേ? ഇതിന്റെ ഇടയ്ക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം നമുക്കിവിടെ ചെയ്യാനുള്ള അത് മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് പോയി നോക്കും. പ്രശ്നമുണ്ട് ഇവിടെ. എങ്ങനെയാ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്? നമുക്ക് ഈ ഭാഗത്ത് മെയിൻലി ഇതൊരു ഡയറി ഫാമാണ്. നമുക്കൊരു 100-110 പശുക്കളും കിടാക്കളും എല്ലാം കൂടെ ഒരു 110 പശുക്കളും കിടാക്കളും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് താഴെ ഈ പറഞ്ഞ തെങ്ങും ജാതിയും അതുപോലത്തെ മറ്റ് കൃഷി നമ്മളുണ്ട്. പിന്നെ റബ്ബറുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കൃഷി മൊത്തം വിപുലമായി ഉണ്ടല്ലേ? ഈ നമുക്ക് പഴയ കാലത്തിലേക്ക് പോവാം. അതായത് ചേട്ടന്റെ ഒരു ചെറുപ്പകാലത്തേക്കൊക്കെ വരുന്ന സമയത്ത് അന്ന് പിതാവ് ഇതുപോലെ പാർട്ടി പ്രവർത്തനവും
മറ്റു കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് അന്ന് എങ്ങനെയായിരുന്നു? എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അപ്പച്ചനെ ഞാനൊക്കെ അധികമൊന്നും കണ്ടിട്ടില്ല. കാരണം അന്ന് അപ്പച്ചൻ വിവിധ എനിക്കത് മന്ത്രിസഭകളിലായിട്ട് 6-7 മന്ത്രിസഭകളിൽ അപ്പച്ചൻ എനിക്ക് മന്ത്രിയായിരുന്നു. അപ്പം നല്ല തിരക്കുള്ളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. കൂടുതൽ സമയം ട്രിവാൻഡ്രത്തും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ അപ്പച്ചനെ വീക്കെൻഡ്സിലൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് അപ്പച്ചനെ കണ്ടിട്ട്. അപ്പച്ചനാണ് എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പൊളിറ്റിക്സിലൊരു മാർഗദർശി എന്ന് പറയുന്നത് അപ്പച്ചൻ തന്നെയാണ്. അപ്പം ആദ്യമൊന്നും നമുക്ക് അറിയാം, തുടക്കകാലത്തൊന്നും അങ്ങനെ പൊളിറ്റിക്സിലേക്കൊന്നും ചേട്ടൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത സമയത്തായിരുന്നു ഇങ്ങനെ വരുന്നത്. അപ്പം എങ്ങനെയാ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു അല്ല, അങ്ങനെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു 10 വർഷത്തോളമായി പാർട്ടിയിൽ ഇപ്പം ആക്റ്റീവാണ്. ഇപ്പം ഞാൻ പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി അംഗമാണ്. അതുപോലെ പാർട്ടിക്കൊരു പോഷക സംഘടനയുണ്ട്, കേരള IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പം ആ രീതിയിലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പാർട്ടി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പാർട്ടിയിലെ കൂടുതൽ യുവജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക, പിന്നെ പാർട്ടി പ്രവർത്തനം എല്ലാ ജില്ലകളിലും അതൊക്കെ ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാന്നൊക്കെ ഒരു എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫാമിലേക്ക് ഒന്ന് പോയാലോ? ഫാമിലൊക്കെ പോയിട്ട് ഇതിന് നോക്കുന്നതിന് വേണ്ടി കുറെ ആളുകളുണ്ടല്ലേ? കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ? മൊത്തം ഏകദേശം 110ഓളം ഉണ്ട്. ഇവിടെയാണ് ഇതായിരുന്നു ആദ്യത്തെ തൊഴുത്ത്. ഇവിടെ ആദ്യം ഇതിനാണ് തുടങ്ങിയിരുന്നല്ലേ? പിന്നീട് അതെ. ഇത് ഏതൊക്കെ ഇനം പശുക്കളാണ്? ഇതിപ്പം പല ഇനങ്ങളുണ്ട്. കൂടുതലും HF എന്ന് പറഞ്ഞ നമ്മൾ ഈ കറുപ്പും വെളുപ്പും കളറുള്ള പശുക്കളുണ്ടല്ലോ, അതാണ് HF, ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ എന്ന് പറയും. അല്ല, കൊമ്പ് പശുവിന്റെ കൊമ്പ് നമ്മള് കിടാവായിരുന്ന സമയത്ത് അത് കരിച്ചു കളയുന്ന എല്ലാ പശുക്കൾക്കും കൊമ്പുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടാതിരിക്കാനും ഒക്കെയാണ്. അത് നമ്മള് ഈ എല്ലാ പശുക്കളും കൊമ്പുണ്ട്. നമ്മളത് ചെറുതായ സമയത്ത് നമ്മളത് കൊമ്പ് കരിച്ചു കളയും. അപ്പൊ ഇത് HF എന്ന് പറഞ്ഞാൽ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ എന്ന് പറയുന്ന ആ ബ്രീഡ്. പിന്നെ നമുക്ക് ജേഴ്സി ഉണ്ട്. പിന്നെ ഇന്ത്യൻ ബ്രീഡുകൾ കുറെ ഉണ്ട്. നമ്മുടെ താർപാർക്കർ, അതുപോലെ സഹിവാള് എന്നൊക്കെ പറഞ്ഞ ബ്രീഡുകളുണ്ട് പലതും. മറ്റ് കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അതെങ്ങനെയാ? ഈ സാറ് നേരത്തെ ഈ ആരോഗ്യമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ഇവിടേക്കൊക്കെ രാവിലെ ഇറങ്ങി കൃഷിയൊക്കെ നോക്കാറുണ്ടായിരുന്നു? പക്ഷെ ഇപ്പോഴും നോക്കും. ഇപ്പോഴും കൃഷി അപ്പച്ചന്റെ ഒരു പാഷനാണ്. അത് അന്നും ഇന്നും ഒക്കെ അപ്പച്ചൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ പോലെ അത്രയും ആക്റ്റീവായിട്ട് ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അപ്പച്ചൻ കൃഷി നോക്കുന്നുണ്ട്. ഇനി പെറ്റ്സ് കുറെ ഉണ്ടല്ലേ? പെറ്റ്സ് ഇപ്പൊ ആക്ച്വലി കുറഞ്ഞതാണ്. പണ്ട് നമുക്ക് ഇതിൽ കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ള പിന്നെ ആടുകളുണ്ടായിരുന്നു ഒരു 10-40 എണ്ണം. അതിപ്പോ എനിക്ക് ഇവിടെ മീനാക്ഷി എടുത്തൊരു ഫാം ഉണ്ട്. അപ്പൊ ഞാനപ്പോ അവിടെ ഈ പറഞ്ഞ ഇതെല്ലാം ഉണ്ട് ഇപ്പൊ. ഇതെന്താണ്? ഇത് ഫ്ലൈയിങ് ഡക്ക് എന്ന് പറയും. ഫ്ലൈയിങ് ഡക്ക് ഒരുപാടുണ്ടല്ലേ? ഇതുണ്ട്. പിന്നെ പാത്ത, നമ്മുടെ ഗൂസ് ഉണ്ട്. പിന്നെ താറാവ്, താഴെ കുളമുണ്ടല്ലോ, ആ കുളം നമുക്ക് ഈ പശുക്കളെയൊക്കെ കുളിപ്പിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം നമ്മൾ ഈ കുളത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിനെങ്ങനെ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലേ? അല്ല, ഇതെല്ലാം പറ്റത്തോളം നടന്നോളും. നമുക്ക് കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കോട്ടയത്താണ് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത്. കാരണം 2 കേരള കോൺഗ്രസ് തമ്മിലുള്ള ഒരു മത്സരമാണ്. അങ്ങനെ കാലാകാലങ്ങളായിട്ട് അങ്ങനൊരു പോരാട്ടം ലോക്സഭയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് ഒരു മേൽക്കൈ നൽകാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യം എങ്ങനെയാണ്? അല്ല, ആക്ച്വലി ഇത് ആദ്യമായിട്ടല്ല. കുറെ നാള് മുമ്പ് ഇതുപോലെ 2 കേരള കോൺഗ്രസ് തമ്മിൽ കോട്ടയത്ത് മത്സരിച്ചിട്ടുണ്ട്. അന്നും ജോസഫ് വിഭാഗം തന്നെയാണ് അന്ന് ജയിച്ചത്. അപ്പം ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഇത് തൊടുപുഴ നിയമമല്ലോ വീട്ടിലിരിക്കുന്നത്. 2 ടേം ഇടുക്കി MP ആയിരുന്നു. ആ സമയത്ത് ഇടുക്കിക്ക് വേണ്ടി നല്ല രീതിയിൽ ഒരു MP ഇടുക്കിയിലുണ്ട് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ ഫ്രാൻസിസ് ജോർജിന്റെ ആ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹം പണ്ട് ഇടുക്കി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇടുക്കി ജില്ല ഉണ്ടായത്. അപ്പം ആ മേഖലയൊക്കെ ആയിട്ട് വളരെയേറെ ബന്ധങ്ങളുള്ള വ്യക്തിയാണ്.
അത് മാത്രമല്ല അദ്ദേഹത്തിന് നമ്മൾ പ്രസംഗങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ഞാൻ ഈ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ കോട്ടയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കോട്ടയത്തിന്റെ അത് പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ റബ്ബർ മേഖല, അതുപോലെ കോട്ടയത്തിന്റെ ഒരു നമ്മൾ പലരും ആലോചിക്കാത്ത ഒരു ഭാഗമുണ്ട്. കോട്ടയത്തിന്റെ ഒരു തീരദേശ മേഖലയുണ്ട്. അതുപോലെ വെമ്പനാട് കായലിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അവിടുത്തെ നെൽകൃഷി, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഞാൻ കടലിൽ പോകുന്നവരല്ല, കായലിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ കുറെ ഒത്തിരി ആളുകൾ കോട്ടയത്തുണ്ട്. അപ്പം ആ കോട്ടയത്തിന്റെ തീരദേശവും അതുപോലെ തന്നെ മറ്റേ റബ്ബർ, കോട്ടയം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം മനസ്സിൽ വരുന്നത് റബ്ബറാണ്. അപ്പൊ റബ്ബർ കർഷകരെ കുറിച്ചും കാർഷിക മേഖലയെക്കുറിച്ചും കോട്ടയത്തിന്റെ ടൂറിസം സാധ്യതകൾ, കോട്ടയം ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറ്റുന്ന ആവശ്യകതയൊക്കെ അദ്ദേഹം അതുവരാതെ സംസാരിക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അവിടുന്ന് ജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞാൽ അത് കോട്ടയത്തിന്റെ ഒരു അസറ്റായിരിക്കും ഫ്രാൻസിസ് ജോർജ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ഈ കാരണം ഇത്തവണ മത്സരിക്കുന്ന രണ്ടിലല്ലോ, നമുക്ക് മാറി ഓട്ടോ ആണ് ചിഹ്നം. അപ്പോ ഈ ജനങ്ങളിലേക്ക് ആ ചിഹ്നം എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടോ? കാരണം ജനങ്ങൾ കുറച്ചു കാലങ്ങളായിട്ട് രണ്ടിലെ ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം ഇത്തവണ ആ ഒരു ഈ മാറി മറ്റൊരു ചിഹ്നത്തിലേക്ക് വരുമ്പോൾ, ഓട്ടോ എന്ന ചിഹ്നത്തിലേക്ക് വരുമ്പോൾ അത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ തന്നെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടിലേക്കാളും നല്ല ചിഹ്നം ഓട്ടോ തന്നെയാണ്. അതൊരു ജനകീയമായ ചിഹ്നമാണ്. നമുക്ക് ചിഹ്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ്. കാരണം റോഡിൽ കൂടെ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ ചിഹ്നം എഴുതി വെച്ചാൽ അത് നമ്മുടെ ചിഹ്നമായി. പിന്നെ ഓട്ടോ റാലികൾ നടത്തുന്നു. പിന്നെ ഈ രണ്ടിലെയും ഓട്ടോ തമ്മിൽ മത്സരം വരുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ആളുകളും മത്സരിച്ചത് ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ അതായിരുന്നു. അപ്പൊ ഈ കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിനകത്ത് ഉൾപ്പെടുന്ന പാലായിലും കടുത്തുരുത്തിയിലും അന്ന് മത്സരം രണ്ടിലെയുമായിട്ടായിരുന്നു. അപ്പൊ അന്ന് ഈ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ എന്ന ചിഹ്നത്തിൽ നിന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല അവിടെ നിന്നത്, അവിടെ മാനസികാപ്പന നിന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിഹ്നവും ട്രാക്ടർ ഓടിക്കുന്ന കർഷകനായിരുന്നു. അപ്പൊ ഈ പാലായിലും കടുത്തുരുത്തിയിലും ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ രണ്ടിലയെ അന്ന് തോൽപ്പിച്ചതാണ്. അപ്പം രണ്ടില എന്നത് ഈ ചിഹ്നം എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പണ്ട് കാലത്തൊക്കെ എഴുത്തും വായന അറിയാതിരുന്ന കാലത്ത് ആളുകൾക്കൊരു വിഷ്വൽ കൊടുക്കാൻ വേണ്ടിയാണ് ചിഹ്നം വെച്ചിരുന്നത്. ഇന്ന് കോട്ടയം എന്ന് പറയുന്നത് 100% സാക്ഷരതയുള്ള ഒരു ജില്ലയാണ്. അതുപോലെ പിറവാണെങ്കിലും വലിയ മോശമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളില് ചിഹ്നത്തൊക്കെ കൂടെ ആളുകൾ പേര് വായിച്ചു നോക്കിയാണ് അവർ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM-ഉം കേരള കോൺഗ്രസ് എമ്മും ഫ്രാൻസിസ് ജോർജിന്റെ പേരിൽ രണ്ട് അപരന്മാരെ നിർത്താൻ നോക്കി. പക്ഷെ അത് പൊളിഞ്ഞു പോയി. കാരണം ഒരു മര്യാദയ്ക്ക് ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും അവർക്ക് പറ്റിയില്ല. കള്ളയൊപ്പ് കിട്ടത് നിങ്ങൾ വാർത്തയിൽ വന്നതാണല്ലോ, ഈവൻ ന്യൂസ് 18 അത് റിപ്പോർട്ട് ചെയ്ത. അതുകൊണ്ടാണ് അവർ പേര് വെച്ചിട്ടൊരു കളി കളിക്കാൻ നോക്കി. പക്ഷെ അത് നമ്മൾ എടുത്ത് ദൂരെ ആറ്റിക്കൂടെ ഒഴുകിപ്പോയി. രണ്ട് സ്ഥാനാർത്ഥികളും പണ്ട് ഈ മീനസിലാറ്റിക്കൂടെ ഒഴുകിപ്പോയി. പണ്ട് ഈ കുതിര ചിഹ്നമല്ലായിരുന്നു, അതിനുശേഷമല്ലേ രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ചിഹ്നം ഒരു പ്രശ്നമാവില്ല അല്ലെ? കോട്ടയത്ത് നിലപാടുള്ള ഒരു സ്ഥാനാർത്ഥി, അതായത് ഒരു ജനങ്ങൾക്ക് വേണ്ടി ആർജവത്തോടെ നല്ല പാർലമെന്റിലൊക്കെ പോയി നന്നായിട്ട് പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുവാനും പറയേണ്ടവരോട് പറയാനും പറയേണ്ട സമയത്ത് പറയാനും പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി, അതാണ് കോട്ടയംകാരുടെ ആവശ്യം. ഇപ്പൊ ഫ്രാൻസിസ് ജോർജിന്റെ പഴയ പാർലമെന്റ് പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ അദ്ദേഹം വളരെ ഒരു പറയുന്ന കാര്യങ്ങൾക്ക് അത് പഠിച്ചിട്ട് പാർലമെന്റിൽ പോകുന്ന ഒരു MP ആണ്. പഴയ പല സ്പീക്കർമാരും ഒക്കെ അവരുടെ ആത്മകഥയിലൊക്കെ അവരുടെ കാലഘട്ടത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച MP-മാരുടെ ലിസ്റ്റിൽ എപ്പോഴും ഫ്രാൻസിസ് ജോർജിന്റെ പേരുണ്ട്. ഒപ്പം ഈ തോമസ് ചാഴികാടൻ, കാരണം 2.5 വർഷം മുമ്പ് വരെ മുന്നണിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു, UDF ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം, അന്ന് രാഹുൽ ഗാന്ധി വരികയും പിന്നീട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എനിക്ക് തോന്നുന്നു കോട്ടയത്ത് ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ഒരു മത്സരം ഉണ്ടായത് 2019 തോന്നുന്നു. അപ്പോൾ ആ ഒരു ഭൂരിപക്ഷം, ചാഴിക്കാടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഭൂരിപക്ഷം, അത് മറികടക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്തവണ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കേരള കോൺഗ്രസ് വീണ്ടും പിളരുന്നു, 2 വിഭാഗങ്ങളായി നിന്ന് നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഫ്രാൻസിസ് ജോർജിന് ഒരു മുൻതൂക്കം വരാൻ പോകുന്നു? നമ്മളെ കോട്ടയത്തെ കുറിച്ച് പറയുമ്പോൾ കോട്ടയം പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത് UPA ഗവൺമെന്റ് കാലത്താണ്. അന്ന് കൊണ്ടുവന്ന പല പദ്ധതികളും നമ്മളവിടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സയൻസ് സിറ്റിയൊക്കെ അന്ന് വന്നതാണ്. പക്ഷെ
അതിനുശേഷം ഈ ഒരു ഡെവലപ്മെന്റും ആ മണ്ഡലത്തിൽ വന്നിട്ടില്ല. സോ ഒരു MP എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം തോമസ് ചാഴികാടന്റെ പ്രവർത്തനം നമ്മൾ ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് അവർ ഫണ്ടൊക്കെ 100% വിനിയോഗിച്ചു എന്ന് പറയുന്നത് അവർ ഫ്ലെക്സ് അടിച്ച് ഇപ്പം എല്ലാ MP-മാരും എല്ലാ ടേമിലും അവർക്ക് കിട്ടുന്ന ഫണ്ട് 100% വിനിയോഗിക്കാറുണ്ട്. അപ്പം മറ്റ് വികസനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഫ്ലെക്സ് അടിച്ചിട്ട് 100% ഫണ്ട് വിനിയോഗിച്ച ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെയ്യേണ്ടി വന്നത്. ഫ്ലെക്സ് അടിക്കുവാണെങ്കിൽ നമ്മളെ മണ്ഡലത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന ഫ്ലെക്സ് അടിക്കേണ്ടത്. ഇത് 100% MP ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു കാണിക്കുന്ന ഏക ഒരു മേന്മ. അത് തന്നെ നമ്മളിപ്പം വിവരാവകാശം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ അദ്ദേഹം എക്സിസ്റ്റിംഗ് ഫണ്ട് മാത്രമല്ല ഒരു 2-3 കോടി അവർ അഡ്വാൻസ് ചെയ്ത് ഭരണാനുമതിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേമചന്ദ്രന്, അതുപോലെ നമ്മൾക്ക് ഇതുകളെ വിവരാവകാശം നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂര്. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതായത് ഐക്യജനാധിപത്യ മുന്നണി നിന്ന് കിട്ടിയ ഭൂരിപക്ഷം. ഇപ്പോൾ കോട്ടയത്ത് 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട് കോട്ടയത്തിന്റെ കീഴിൽ, പിറവം ഉൾപ്പെടെ. പിറവം എറണാകുളം ജില്ലയിലാണ്, ബാക്കി 6 കോട്ടയം ജില്ലയിൽ. ആ 7-ൽ 6 അതായത് പിറവം, പാല, കടുത്തുരുത്തി, പുതുപ്പള്ളി, അതുപോലെ ഒന്നുകൂടെ ഉണ്ടല്ലോ കോട്ടയം 5 നിയോജക മണ്ഡലങ്ങളും UDF MLA-മാര് ജയിച്ചു നിൽക്കുന്നതാണ്. അത് ഒരു വലിയ ഇടത് തരംഗത്തിൽ 99 സീറ്റ് ഇടതുപക്ഷ മുന്നണി ജയിച്ച ആ ഒരു തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന 5 സീറ്റും 7-ൽ 5 UDF ജയിച്ചു നിൽക്കുന്ന ഒരു പാർലമെന്റ് നിയോജക മണ്ഡലമാണ്. അപ്പം അത് തന്നെ UDF-ന് ഒരു വലിയ സാധ്യതയാണ് കോട്ടയം ജില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സർവേയിലൊക്കെ നമ്മൾ ഇതുപോലത്തെ റിസൾട്ടുകൾ കാണുന്നത്. ജനങ്ങൾ എപ്പോഴും കോട്ടയത്തെ ജനങ്ങൾ എന്നും UDF-ന്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളാണ്. അപ്പു ജോസഫ്, PJ ജോസഫിന്റെ മകനാണ് വോട്ടോട്ടത്തിൽ MG മിഥുനൊപ്പം ചേർന്നത്. തൊടുപുഴയിൽ നിന്ന് അവിടുത്തെ വീട്ടിലെ കാഴ്ചകളൊക്കെയാണ് മിഥുൻ പങ്കുവച്ചത്. ഇനി നമ്മൾ കോട്ടയത്തേക്ക് വീണ്ടും പോകുമ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ വീണ്ടും എത്തി എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രേരണയും നൽകിയാണ് കുഞ്ഞച്ചന്റെ ഇത്തവണത്തെ വരവ്. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉൾപ്പെടെ നൃത്തച്ചുവടുകൾ വെച്ചാണ് കുഞ്ഞച്ചനെ വരവേറ്റത്. ഇത്തവണ കുഞ്ഞച്ചന്റെ വരവ് ഹൗസ് ബോട്ടിലാണ്. കുമരകത്തെ പ്രത്യേക വേദിയിലാണ് കുഞ്ഞച്ചൻ അവതരിച്ചത്. ജില്ലാ വരണാധികാരി കളക്ടർ V. വിഘ്നേശ്വരി വിദ്യാർത്ഥികൾക്കൊപ്പം ചുവടുവെച്ച് കോട്ടയം കുഞ്ഞച്ചനെ സ്വീകരിച്ചു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്വീപ്പിന്റെ പരിപാടി. കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന് പരിഷ്കരിച്ചാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഭാഗ്യചിഹ്നമായി മമ്മൂട്ടി കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വോട്ടും പുതിയ രീതിയിലായിക്കോട്ടെ. നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ഞച്ചൻ, നമ്മൾ മമ്മൂക്കാരുത്. സോ ആ കോട്ടയം കുഞ്ഞച്ചനെയാണ് ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട് കോട്ടയം വോട്ടർ കുഞ്ഞച്ചനാക്കി. സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ഞച്ചൻ വരുന്നത് പോലെ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം. 26-ാം തീയതി ജസ്റ്റ് 1 hour ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടി, നമ്മുടെ കോട്ടയത്തിന് വേണ്ടി. അതിനുവേണ്ടി എല്ലാ രീതിയിലും നമ്മൾ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ അഭ്യർത്ഥന കൂടി നമ്മുടെ സ്വീപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലീസ് കം ആൻഡ് വോട്ട് ഓൺ April 26. കോട്ടയം കുഞ്ഞച്ചനെ കളത്തിലിറക്കി ജില്ലയിലുടനീളം ഇനി സ്വീപ്പിന്റെ പ്രചരണമുണ്ടാകും. അങ്ങനെ വോട്ടിംഗ് ശതമാനം ഉയർത്തുകയാണ് ലക്ഷ്യം. G. ശ്രീജിത്ത്, News 18 കോട്ടയം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. അപ്പോൾ ഈ കോട്ടയം കുഞ്ഞച്ചൻ്റെ കാഴ്ചകളോടുകൂടി മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. ഇനി News 18-ൽ ഗോത കാണാം.